മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 4 ദിവസം മുമ്പ് റോക്ക്ഫെല്ലറുടെ മകൻ ഡേവിഡ് റോക്ക്ഫെല്ലർ മരിച്ചു. മാതൃഭൂമിയിൽ ചെറിയൊരു വാർത്തയുണ്ടായിരുന്നു. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ നിങ്ങൾ കേട്ട് കാണും. അതെങ്ങനെയാണ് ഉണ്ടായി അറിയോ? നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ചരിത്ര സംഭവമാണത്. ശരിക്കുള്ള റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയ റോക്ക്ഫെല്ലർ കോടിക്കണക്കിന് ഡോളറിന്റെ സ്വത്തിന്റെ അവകാശിയായിരുന്നു. ലോകത്തിലെ നമ്പർ 1 പണക്കാരനായിരുന്നു. ഇപ്പോ 550ാമത്തെ പോയിന്റിൽ നിൽക്കുകയാണ്. പണക്കാരുടെ ലിസ്റ്റിൽ 550ാമത്തെ ആളാണ്. ഈ റോക്ക്ഫെല്ലർ ഒരു കപ്പൽ നിറച്ച് സാധനം കയറ്റി അയക്കുമ്പോൾ അതിന് $100 ഇൻഷുറൻസ് എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇൻഷുറൻസ് $100 വേസ്റ്റ് ആക്കാൻ ഞാൻ തയ്യാറല്ല, അതവിടെ എത്തിക്കോളും, അതവിടെ ഭംഗിയായിട്ട് എത്തിയാൽ എൻ്റെ $100 പോവില്ലേ എന്ന് പറഞ്ഞ് പിശുക്കുന്ന 1000 ലക്ഷക്കണക്കിന് ഡോളറിന്റെ സാധനം കപ്പലിൽ അയക്കുമ്പോൾ കാറ്റും കോളുമുള്ള പസഫിക് ഓഷ്യനിലും അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ ഈ കപ്പൽ പോകുമ്പോൾ മുങ്ങിയാൽ ഇത്രയും സാധനം പോവില്ലേ എന്നല്ല അദ്ദേഹം വിചാരിച്ചത്. അത് സുരക്ഷിതമായിട്ട് അവിടെ എത്തിയാൽ ഇൻഷുറൻസ് തുക പോവില്ലേ എന്നുള്ളതാണ് അദ്ദേഹം വിചാരിച്ചത്. അത്രയും പിശുക്കനായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ ആരോ ഒരാൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, ഒരു സന്യാസിയാണ്, ചെറുപ്പക്കാരനാണ്, നിങ്ങൾ ചെന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ യുക്തിവാദികളെ കമ്മ്യൂണിസ്റ്റുകാരെയും പോലെ നേരിട്ട് ചെന്ന് സ്വാമിയെ കാണാൻ അയാൾക്കൊരു വിഷമം, എന്താ സ്വാമിക്ക് പൈസ വല്ല കൊടുക്കേണ്ടി വന്നാലോ എന്ന്. പക്ഷെ തൻ്റെ ടെൻഷനും തൻ്റെ ദുഃഖവും ഈ ഭാരവും എല്ലാം സഹിക്ക വയ്യാതെ ആയപ്പോൾ ആരും കാണാതെ സ്വാമി വിവേകാനന്ദൻ താമസിക്കുന്ന വീട്ടിലേക്ക് ഇദ്ദേഹം പോയി. അദ്ദേഹം പോയിട്ട് വീട്ടിലെ ഗൃഹസ്ഥന്റെ ഭാര്യ, ഗൃഹസ്ഥ, അവരുടെ അടുത്ത് പറഞ്ഞു, റോക്ക്ഫെല്ലർ വന്നിട്ടുണ്ട്. ഹെൻറി റോക്ക്ഫെല്ലർ എന്നാണ് തോന്നുന്നു പേര്. ഹെൻറി ആണോ ജോൺ ആണോ എനിക്കറിഞ്ഞൂടാ. ഏതായാലും ആരെങ്കിലും അത് യൂട്യൂബിന്റെ ചുവട്ടിൽ എഴുതുമെന്ന് നമുക്ക് വിചാരിക്കാം. അദ്ദേഹം ഈ ഗൃഹസ്ഥയോട് പറഞ്ഞു, റോക്ക്ഫെല്ലർ വന്നിട്ടുണ്ടെന്ന് പറയുക. അദ്ദേഹം വിചാരിച്ചത് ഇത് പറഞ്ഞ ഉടനെ സ്വാമി വിവേകാനന്ദൻ പുറത്തേക്ക് വരും, 2 കയ്യിൽ നീട്ടി സ്വീകരിക്കും, ലോകത്തിലെ ഏറ്റവും നമ്പർ 1 പണക്കാരനല്ലേ എന്നാണ് വിചാരിച്ചത്. അപ്പൊ ഇദ്ദേഹം അവിടെ കുറെ നേരം ഇരുന്നു. 1/4 മണിക്കൂർ, 15 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് റോക്ക്ഫെല്ലർക്ക് ഇരിക്കാൻ പറ്റണില്ല. കാരണം എന്താ വെച്ചാൽ തൻ്റെ സമയം വേസ്റ്റ് ആവുന്നുണ്ടല്ലോ, അത്രയും പൈസ സമ്പാദിക്കാനുള്ള സമയമല്ലേ വേസ്റ്റ് ആവുന്നത് എന്നായിരുന്നു ധാരണ. 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്വാമി വിവേകാനന്ദൻ അകത്തേക്ക് വിളിച്ചു. സ്വാമി വിവേകാനന്ദൻ പുറത്തേക്ക് വന്നുമില്ല, അകത്തേക്ക് വിളിക്കാനില്ല. അത് അങ്ങേർക്ക് വേറൊരു ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നി. എന്നിട്ട് അടുത്ത് വിളിച്ച് പറഞ്ഞു, ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലേ ജീവിതത്തിൽ, സഹിക്കാൻ പറ്റാത്ത അത്രയും പ്രോബ്ലങ്ങളുണ്ട് അല്ലേ, ഈ പൈസ ഉണ്ടാക്കുമ്പോഴും ടെൻഷനും പ്രോബ്ലമാണ്, അത് സൂക്ഷിക്കാനും ടെൻഷനും പ്രോബ്ലവുമാണ്, അത് ചെലവഴിക്കാനും ടെൻഷനും പ്രോബ്ലവുമാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, 3 ടെൻഷനും ഇല്ലാതെയാക്കാൻ ഒരു വഴി പറഞ്ഞു തരാം. കയ്യിലുള്ള പൈസ കുറേ എമൗണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് വരിക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഈ റോക്ക്ഫെല്ലർക്ക് ദേഷ്യവും വന്നു, ദുഃഖവും വന്നു. ഇയാൾക്ക് പറയാനുള്ളതൊന്നും സ്വാമി വിവേകാനന്ദൻ കേട്ടുമില്ല, വായ തുറക്കാൻ അനുവദിച്ചുമില്ല. ഇങ്ങോട്ട് കയറി പൈസ ഉണ്ടാക്കാനും സൂക്ഷിക്കാനും ചെലവഴിക്കാനും പ്രശ്നമാണല്ലേ, ആ ടെൻഷൻ ഇല്ലാതെയാക്കാൻ കയ്യിലുള്ളത് കുറച്ച് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് വരിക എന്ന് പറഞ്ഞതിനോടും ദേഷ്യം. പക്ഷേ ആ വരി കേട്ടപ്പോൾ എന്തോ ഒരു മാസ്മരിക ശക്തി. ഇത് കഴിഞ്ഞ് റോക്ക്ഫെല്ലർ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ കുറേ ആഫ്രിക്കൻ വംശജര്, ബ്ലാക്ക് ആൾക്കാര് സ്വാമി വിവേകാനന്ദനെ കാണാൻ റോക്ക്ഫെല്ലർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് വിവേകാനന്ദൻ താമസിക്കുന്ന വീടിന്റെ ഗേറ്റിന്റെ പുറത്ത് കാത്തു നിൽക്കാണ്. ഇപ്പൊ റോക്ക്ഫെല്ലർ പുറത്തേക്ക് വന്ന ഉടനെ തന്നെ ഇവര് ഗേറ്റിന്റെ പുറത്ത് നിന്നുകൊണ്ട് റോക്ക്ഫെല്ലറോട് പറഞ്ഞു, ഞങ്ങൾ കറുത്ത വർഗക്കാർക്ക് പഠിക്കാനുള്ള ഒരു ചെറിയ സ്കൂൾ ഇവിടെയുണ്ട്, ആ സ്കൂള് ഒന്ന് റിനോവേറ്റ് ചെയ്യാനുള്ള പൈസ തരണം,
അദ്ദേഹം അതൊന്നും എൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം നീങ്ങി കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ചൊരു വരി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, കയ്യിലുള്ള പൈസ കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ, കുറച്ച് കൊടുത്തതിന് ശേഷം വരൂ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത്. അദ്ദേഹം തിരിച്ചു വന്ന് അന്നത്തെ കാലത്ത് $10,000 ഈ ബ്ലാക്ക് ജനത സംഭാവന ചോദിച്ചവർക്ക് കൊടുത്തു. അവർ ആ പഴയ സ്കൂള് അത് റിനോവേറ്റ് ചെയ്തിട്ട്, ആ റിനോവേഷൻ $10,000 എന്ന് വെച്ചാൽ വലിയൊരു എമൗണ്ടാണ് അന്നത്തെ കാലത്ത്, അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് റോക്ക്ഫെല്ലറെ വിളിച്ചു. അദ്ദേഹം വന്നിട്ട് വീണ്ടും $10,000 കൊടുത്തു. അടുത്ത ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറഞ്ഞു. അതും നന്നായിട്ട് പോയി. അത് പെട്ടെന്ന് വർക്ക് നടന്നു. അത് കഴിഞ്ഞപ്പോൾ $1,00,000 കൊടുത്തു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം വിവേകാനന്ദൻ അമേരിക്കയിലേക്ക് വന്നപ്പോൾ വളരെ ചിരിച്ചുകൊണ്ട്, ഒരു ടെൻഷനും ഇല്ലാത്ത റോക്ക്ഫെല്ലർ വിവേകാനന്ദൻ്റെ മുമ്പിൽ വന്നിരുന്നു. അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞു, ഉണ്ടാക്കുന്നതിനേക്കാൾ സന്തോഷവും സുഖവും കൊടുക്കുമ്പോഴാണല്ലേ, അത് തിരിച്ചറിഞ്ഞു അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ തിരിച്ചറിഞ്ഞു. ഇപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞത്. അങ്ങ് എന്നോട് മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞില്ല, അങ്ങ് എന്നോട് മന്ത്രം ജപിക്കാൻ പറഞ്ഞില്ല, അങ്ങ് എന്നോട് പൈസ വേണമെന്ന് പറഞ്ഞില്ല, അങ്ങ് എൻ്റെ കയ്യിലുള്ളത് കൊടുക്കാനേ പറഞ്ഞുള്ളൂ. അത് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ സാധിച്ചത്. ഇത് കഴിഞ്ഞു. റോക്ക്ഫെല്ലർ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കാം. അന്ന് ഉണ്ടാക്കിയതാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ. അദ്ദേഹം പുറത്തു വന്ന് ആ ബ്ലാക്കിൻ്റെ സ്കൂള് വലുതായി, കോളേജായി, അത് ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയായി മാറി. ആ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയായി മാറിയത് വിവേകാനന്ദൻ റോക്ക്ഫെല്ലർക്ക് കൊടുത്ത നിർദ്ദേശം. ആ യൂണിവേഴ്സിറ്റിയുടെ മൊത്തം കൺസ്ട്രക്ഷൻ കോസ്റ്റ് വഹിച്ചത് റോക്ക്ഫെല്ലറാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ ആണ് ഡേവിഡ് റോക്ക്ഫെല്ലർ. 100 വയസ്സൊക്കെ ആയിട്ടെന്ന് തോന്നുന്നു. അദ്ദേഹമാണ് 4 ദിവസം മുമ്പ് മരിച്ചത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ഞാൻ ഉൾപ്പെടെ കൊടുക്കുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷം ഉണ്ടാക്കുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷത്തേക്കാൾ കൂടുതലാണ്. കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലാണ്. സമ്പത്ത് ഉണ്ടാക്കാൻ ക്ലേശകരമാണ്, അത് നിലനിർത്താൻ ക്ലേശകരമാണ്, അത് ചെലവഴിക്കാനും പലർക്കും ക്ലേശകരമാണ്. ഓർമ്മിക്കുക, ഈ ക്ലേശത്തെ സന്തോഷമാക്കാൻ അത് നമുക്കൊന്നില്ലെങ്കിൽ വേസ്റ്റാക്കി ചെലവഴിക്കാം, അല്ലെങ്കിൽ ആഡംബരത്തിന് ചിലവാക്കാം, അല്ലെങ്കിൽ നന്മയ്ക്ക് ചിലവാക്കാം. 3 എണ്ണമേ ഉള്ളൂ. ഒന്ന് തന്നെത്താനെ നശിച്ചു പോകുന്ന രീതിയിലുള്ള ചിലവാക്കൽ, 2 ആഡംബരത്തിന് വേണ്ടിയിട്ടുള്ള ചിലവാക്കൽ, 3 നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ചിലവാക്കൽ. ആ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ചിലവാക്കലാണ് ഇന്ന് ഷിക്കാഗോ യൂണിവേഴ്സിറ്റി ഉണ്ടാവാൻ കാരണം. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ലോകമെമ്പാടും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്രയൊന്നും നമുക്ക് സാധിക്കില്ല, അത് ശ്രമിക്കുകയും വേണ്ട. ധന്യമായിട്ട് നന്മ ചെയ്യാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.